ഖാദർ പട്ടേപ്പാടം രചിച്ച ഇടവഴികൾ എന്ന കഥാസമാഹാരത്തിന്റെ ആസ്വാദനക്കുറിപ്പ് മേരി തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ഖാദർ പട്ടേപ്പാടം എഴുതിയ ഇടവഴികൾ എന്ന കൃതിയുടെ ആസ്വാദനക്കുറിപ്പ്. 14 വ്യത്യസ്ത കഥകൾ അടങ്ങിയ കൃതി. ഒട്ടും പതിരില്ലാത്ത കഥകൾ. പെരുന്നാളിന് ഉമ്മ ഉണ്ടായിരുന്ന ഉടുപ്പിനെ പുതിയ ഉടുപ്പാക്കാൻ ചാരത്തിന്റെ വെള്ളത്തിലിട്ട് കഴുകുന്നതും, ഇസ്തിരിപ്പെട്ടിക്ക് പകരം ഓട്ടുകിണ്ണം ഇസ്തിരിപ്പെട്ടിയാക്കുന്നതും 1964 കാലങ്ങളിൽ ഒട്ടും പുതുമയില്ലാത്തതെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു പുതിയ അറിവായിരിക്കും. പെരുന്നാൾ സദ്യ മത്തങ്ങയും പയറും കറിവച്ചതും പപ്പടവുമാണത്. കഴിഞ്ഞ് കുട്ടിക്കുപ്പായം സിനിമ കാണാൻ പൈസയ്ക്ക് വേണ്ടി മുട്ട മോഷ്ടിക്കുന്നതും, മുട്ട പൊട്ടിപ്പോയതും, സിനിമ കാണാതെ തിരിച്ചു പോകുന്നതും ആദ്യം ചിരി ഉണർത്തുമെങ്കിലും കഷ്ടമായി പോയി എന്ന് പറയാനാണ് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു 5 വയസ്സുകാരന്റെ വള്ളിയമ്മൂമ്മയോടുള്ള അടുപ്പം എത്രമാത്രം ആഴമുള്ളതാണെന്ന് കഥ വായിക്കുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ. പുതിയ തലമുറയിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് വേലികളുള്ള വീടുകൾ. വേലിപ്പത്തിരകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുവാനുള്ള വഴി. പിന്നെ പരസ്പരം ആഹാരം മാത്രമല്ല, തീയും വരെ ഒരു വീട്ടിലുണ്ടായാൽ അടുത്ത വീട്ടിൽ തീ കത്തുമായിരുന്നു. അടുത്ത വീട്ടിൽ പോയി തീ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്ന കാലം ഉണ്ടായിരുന്നു. വള്ളിയമ്മൂമ്മയെ വായിച്ചപ്പോൾ ഇതൊക്കെ ഓർമ്മയിലേക്ക് വന്നു. പഴയ കാലത്തിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു വശ്യത ഈ കഥയിലുണ്ട്. വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അതുവഴി കടന്നുപോയപ്പോൾ വള്ളിയമ്മൂമ്മയെ കാണാൻ അറിയാതെ കാലുകൾ അങ്ങോട്ട് ചലിച്ചുവെങ്കിൽ അമ്മൂമ്മയോടുള്ള വിശുദ്ധമായ സ്നേഹത്തിന്റെ ആഴവും കടപ്പാടും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞു മനസ്സിലെ പെരുന്നാളാഘോഷം കണ്ണീർ കടലായി മാറിയത് വായിക്കുമ്പോൾ മനസ്സിനെ നീറിപ്പിടിക്കുന്ന വേദന അനുഭവപ്പെടുന്നു. പുതിയ ഉടുപ്പിന്റെ സുഖമില്ലായ്മ ആ മനസ്സിൽ എന്തെങ്കിലും ഒരു സൂചനയുടെ അടയാളമായിരുന്നിരിക്കാം. മകനെ പോലെ കണ്ടിരുന്നതിനാലാകണം എച്ചുമു അമ്മാമ്മയുടെ അന്ത്യസമയത്ത് അവിടെ എത്താനും അത് കണ്ട് സംതൃപ്തിയോടെ അമ്മമ്മയ്ക്ക് കണ്ണടയ്ക്കാനും കഴിഞ്ഞത്. ചുറ്റുമുള്ള നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. മത്തക്കുരു ഉപ്പാപ്പയെ പറ്റി വായിക്കുമ്പോൾ ചില നല്ല ജന്മങ്ങൾ മറ്റുള്ളവർക്ക് സമൃദ്ധി സമ്മാനിച്ചുകൊണ്ട് കടന്നുപോകും. മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ഉപ്പാപ്പയെ കഥാകൃത്തിന് മാത്രമല്ല വായനക്കാർക്കും മറക്കാനാവില്ല. MS ബാബുരാജിനെ കുറിച്ചുള്ള ഒരു നല്ല ചിത്രം വായനക്കാർക്കായി തന്നിട്ടുണ്ട്. വിനയവും സ്നേഹവും ഒന്നിച്ച് കലയും ചേരുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അഹന്ത വന്നുകൂടായികയില്ല. എന്നാൽ വിനയാനിതനായ അദ്ദേഹത്തിന്റെ ആരാധകർ എത്രയുണ്ടാകും എന്ന് ഊഹിക്കാൻ കഴിയില്ല. അർഹിക്കാത്തത് സമ്പാദിക്കാൻ മനസ്സ് വരാത്ത കഥാകൃത്തിന്റെ മനസ്സിനെ നമിക്കുന്നു. ആ രൂപ കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിയത് അതിലേറെ സന്തോഷമുണ്ടാക്കുന്നു. വായനശാലയുടെ അലമാരയ്ക്ക് ഗമ വന്നത് കഥാകൃത്തിന്റെ മനസ്സിലെ അമിതഭാരം ഇറക്കിവെച്ച് ശാന്തത കൈവന്നപ്പോഴാണ്. വൈക്കം മുഹമ്മദ് ബഷീറായി വേഷമിടാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെയെന്ന് കഥാകൃത്ത് പറയുന്നു. അത് നാട്ടുകാർ ആരവത്തോടെ സ്വീകരിച്ചപ്പോൾ അവാർഡിന് തുല്യമായി തോന്നിയിട്ടുണ്ടാവും. അപ്പോഴാവാം സുൽത്താന്റെ വീടും കഥാപാത്രങ്ങളും കാണണമെന്ന ആഗ്രഹം ഉടലെടുത്തത്. നാട്ടിൽ ആരും ഒരിക്കലും പ്രസിദ്ധരാവുകയില്ല എന്ന സന്ദേഹം ഉണ്ടായതുകൊണ്ട് ചിലരോട് ചോദിച്ചും ചോദിക്കാതെയും അവസാനം വീട് കണ്ടുപിടിച്ചു. പടി പൂട്ടിയിരിക്കുന്നു. പുറത്തുനിന്ന് ആ വീട്ടിലെ അവകാശികളെക്കുറിച്ചൊക്കെ നോക്കിക്കണ്ട് പറമ്പും പരിസരവും മനസ്സിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് തിരിച്ചുപോയി എന്നാണ് കഥാകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. 82 വയസ്സുള്ള ഭാഗീരഥി ടീച്ചറുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഈ കഥയിൽ. നാടകങ്ങളിൽ അരങ്ങിൽ അഭിനേത്രിയായും അണിയറയിൽ പാട്ടുകാരിയായും. നാടകത്തിന്റെ പ്രണയ മുഹൂർത്തങ്ങളിലൊന്നിൽ ടീച്ചർ പാടുന്നു. പെട്രോമാക്സ് വിളക്കുകളുടെ അരണ്ട വെളിച്ചത്തിരുന്ന് 1000 കണ്ഠങ്ങൾ ഒരുമിച്ച് ടീച്ചറോടൊപ്പം പാടുന്നു. പച്ചപ്പനന്തത്തെ അപ്പോ ഒരു ഗദ്ഗതം,
അതങ്ങനെ ഒരു കാലം. മലയാള നാടകരംഗത്ത് സ്ത്രീ ശക്തിയുടെ പ്രതീകമായി നിന്ന് സ്ത്രീകൾക്കെതിരായ വിലങ്ങുകൾ പൂമാലയാക്കി മാറ്റി പുരുഷ ധിക്കാരങ്ങളെ ചെറുചിരിയോടെ പുച്ഛിച്ചു തള്ളിയ കലാകാരി. കൊടുങ്ങല്ലൂരിലെ ടീച്ചറുടെ വീട്ടുമുറ്റത്ത് വലിച്ചു കെട്ടിയുണ്ടാക്കിയ പന്തലിൽ ടീച്ചർക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നു. ടീച്ചർ ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റും വേർക്കോട് സ്കൂളിലെ സംഗീത അധ്യാപികയുമായിരുന്നു. അന്ന് രാവേറെ ചെല്ലും വരെ അവർ ടീച്ചർക്കായി പാട്ടുകൾ പാടി. ടീച്ചറുടെ മുൻ സഹപ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവും നാടക സിനിമ അഭിനേതാവുമായിരുന്ന MS നമ്പൂതിരിയുടെ പേരിലുള്ള പുരസ്കാരം MS-ന്റെ ഭാര്യ സരസ്വതി അന്തർജനം ഭാഗീരഥി ടീച്ചർക്ക് നൽകി. ഔദ്യോഗിക അംഗീകാരങ്ങളൊന്നും ടീച്ചർക്ക് കിട്ടിയില്ലെങ്കിലും സ്വന്തം ജനത അവരെ തിരിച്ചറിഞ്ഞു. നടക്കാനും വയ്യാതെ ഉമ്മറക്കോലായിൽ കട്ടിലിൽ കിടന്ന് അവരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി. ടീച്ചറെക്കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചത് ടീച്ചറോടുള്ള ആദരവ് വർദ്ധിപ്പിക്കാൻ ആ നാട്ടുകാർക്കും കഴിഞ്ഞിട്ടുണ്ടാകും. നമ്പാടൻ മാഷിന്റെ സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന ആത്മകഥയുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ചെറിയ ഒരു അഭിമുഖവും ഉൾപ്പെടുത്തിയാണ് ഈ അധ്യായം. മാഗിയുടെ ജീവിതകഥ വായിക്കുമ്പോൾ ചില സംഭവങ്ങളൊക്കെ കേട്ടുകേൾവിയുണ്ടാകും. എന്നാൽ മകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചോറ് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഉറച്ചത് വാരിത്തുന്ന വിശപ്പടക്കുന്ന അമ്മമാരെ ഇക്കാലത്തെന്നല്ല ഒരു കാലത്തും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മാഗിയുടെ ഭർത്താവ് സൗദിയിലെ ജയിലിൽ നിന്നും മോചിതനായോ എന്നറിയാനുള്ള ആകാംക്ഷയും വായനക്കാരിലുണ്ടാകുന്നു. എത്ര വികാരവായ്പോടെയായിരിക്കും മുള്ളനേഴി വൈലോപ്പിള്ളി മാവെന്ന് പറഞ്ഞ് മാവ് നട്ടത്. ശിഷ്യന് ഗുരുവിനോടുള്ള ആത്മസമർപ്പണം. അതിനുശേഷം മുള്ളനേഴി മാഷിന്റെ അവസാന നാളുകൾ കഴിഞ്ഞപ്പോൾ അന്ന് നട്ട മാവിന്റെ വിശേഷങ്ങൾ അറിയാൻ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വളരെ കഷ്ടപ്പെട്ട് വായനശാലയുടെ മുറ്റത്തെത്തി. വളർന്നു പൊങ്ങിയ മാവിനെ അന്വേഷിച്ചെത്തിയ അവർക്ക് മാവ് പോയിട്ട് ഒരു കുറ്റി പോലും കാണാനായില്ല. എല്ലാവരും വിഷമത്തിലായി. വായനശാലയിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി ഇറങ്ങി വന്നു. മാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത വീട്ടിലെ പാത്തുമ്മയുടെ ആട് വന്ന് കടിച്ചു തിന്നു എന്നാണ് പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ഉള്ളതെല്ലാം പണയം വെച്ച് സന്തോഷത്തോടെ വിവാഹം ക്ഷണിക്കാൻ പോയ അച്ഛനും അമ്മയും അപകടത്തിലാവുന്നതും അച്ഛൻ മരിക്കുകയും അമ്മ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്ത വാർത്ത മകൾ TV ന്യൂസിൽ നിന്നും അറിയുന്ന ആ നിമിഷത്തെ എങ്ങനെയായിരിക്കും നേരിട്ടിരിക്കുക? ഓർക്കാൻ കൂടി കഴിയാത്ത അവസ്ഥ. മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ബാലേട്ടൻ പറഞ്ഞ ഒന്നാമത്തെ കഥയിൽ കുഞ്ഞു ബാലന്റെ കുസൃതിയാണെങ്കിലും അതും ഒരു സമരം എന്നറിയാതെ ചെയ്ത സമരം തന്നെയെന്ന് ബാലേട്ടൻ പറയുന്നു. എന്നാൽ രണ്ടാമത്തെ കഥ ചങ്കിടിപ്പോടെയാണ് വായിച്ചവസാനിപ്പിക്കാൻ കഴിയുന്നത്. ഉല എന്ന പെൺകുട്ടി അനുഭവിച്ച ക്ലേശവും തമ്പ്രാന്റെ ക്രൂരമായ ചെയ്തിയും മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഈ കൃതിയിലെ എല്ലാ കഥകളും മനസ്സിൽ ആഴത്തിൽ മെഴുകുവാൻ പോകുന്നവയാണ്. കഥാകൃത്തിന്റെ അവതരണ ശൈലി ഒട്ടും മടുപ്പുണ്ടാക്കാത്തതുമാണ്. അവതാരിക P.K. ശിവദാസ്. പ്രസാധനം പായൽ ബുക്സ്.